മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ മദർ ഹോം ധ്യാനകേന്ദ്രം അവതരിപ്പിക്കുന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ലോകത്തിലെമ്പാടത്തും ഇരുന്നു കൊണ്ട് ഈ വചനം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ പേരെയും യേശുനാമത്തിൽ ഞാൻ അഭിവാദനം ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലശ്ശേരി അതിരൂപതയുടെ ധ്യാനകേന്ദ്രമായ മദർ ഹോമിൻ്റെ ആത്മീയ ശുശ്രൂഷകൾ ഏറ്റവും സജീവമായും ദൈവികമായും മുന്നേറുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും പ്രോത്സാഹനവും ഞാൻ വീണ്ടും യാചിക്കുകയാണ്. വ്യക്തിപരമായി എനിക്ക് വേണ്ടിയും ഞാൻ ആയിരിക്കുന്ന ഈ ഭവനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ SLCയുടെ റിസൾട്ട് വന്നു, +2ൻ്റെ റിസൾട്ട് വന്നു. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് മാതാപിതാക്കളും രക്ഷിതാക്കളും കൂലങ്കഷമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കുട്ടികളെ എവിടെയാണ് വിടേണ്ടത്, കുട്ടികൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തകളും ഒരുപാട് ആകുലതകളും പ്രത്യേകമായി മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകാം, കുട്ടികളുടെ മനസ്സിലുണ്ടാകാം. ഈ ദിവസങ്ങളിൽ ഈ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വരുന്ന യുവജനങ്ങളെയൊക്കെ ഞാൻ ശ്രദ്ധിക്കണം. SLC കഴിഞ്ഞ +2 കഴിഞ്ഞ 100 കണക്കിന് കുഞ്ഞുങ്ങൾ ധ്യാനത്തിൽ വന്നു. ഞാൻ എല്ലാവരോടും പങ്കുവയ്ക്കുന്ന 2-3 ചിന്തകൾ ഇന്ന് പൊതുവായി പങ്കുവയ്ക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ 36 മുതൽ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു പാപിനിക്ക് മോചനം എന്ന ഭാഗം. അതായത് പാപത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ അവൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ബൈബിൾ കുറിച്ച് വച്ചേക്കുന്ന ഭാഗമാണത്. അവൾ തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് യേശു ശെമിയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി വന്നു. അവൾ യേശുവിൻ്റെ പാദത്തിനരികെ ഇരുന്ന് കരഞ്ഞു. കാലിൽ വീണ കണ്ണുനീർ തുള്ളികൾ തലമുടി കൊണ്ട് തുടച്ചു. അവൾ ആ കാൽപാദങ്ങളിൽ ചുംബനം കൊടുത്തു. അവൾ ആ കാൽപാദങ്ങളിൽ തനിക്കുണ്ടായ സമ്പാദ്യമായ സുഗന്ധദ്രവ്യം ഒഴിച്ചു വച്ചു. ഈ വചനഭാഗം നമുക്ക് ഏറ്റവും സുപരിചിതമായ ഭാഗമാണ്. അനുദപിച്ച് കടന്നു വരുന്ന
ഏതൊരു വ്യക്തിയുടെ മുമ്പിൽ നിന്ന് സൂക്ഷിക്കാവുന്ന ഏറ്റവും ആദർശപൂർണമായ ചിത്രവും അതുതന്നെയാണ്. ഞാൻ ആ വചനം വായിച്ചപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് കുറിച്ച് വെച്ച ഒന്നാമത്തെ വാചകത്തിൽ ഒരു വാക്കിൽ എൻ്റെ മനസ്സ് ഉടക്കുന്നു. അത് ഇതാണ്: അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയൻ്റെ വീട്ടിൽ അവന് ഭക്ഷണത്തിരിക്കുന്നു എന്നറിഞ്ഞു വന്നു. ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ എന്നാണ് പറഞ്ഞത്. പട്ടണം എന്ന വാക്കവിടെ വന്നപ്പം ഞാൻ ചിന്തിച്ചു, പാപിനിയായ ഒരുവളെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തുകൊണ്ടാണ് പട്ടണത്തിലെ പാപിനിയായ ഒരുവളെന്ന് പറഞ്ഞു വെച്ചത്? അത് നമുക്ക് കൂടി ഇന്നൊരു സന്ദേശം കിട്ടാൻ വേണ്ടിയാണ്. നഗരങ്ങളിലൂടെ ചെന്ന് പാപത്തിൽ കടന്നു പോകുന്ന ഒത്തിരി പേരെ ഓർമ്മിപ്പിക്കാനാണ് ഈ വാക്കവിടെ കുറിച്ച് വെച്ചത്. ഞാനിങ്ങനെ ഭാവനയെ കാണും. ഒരു നാടൻ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണ പെൺകുട്ടി, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ SLC കഴിഞ്ഞ് അല്ലെ +2 കഴിഞ്ഞ് അല്ലെ എന്തെങ്കിലും ഒരു നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് അവൾ ജോലിക്ക് വേണ്ടി ഒരു നഗരത്തിലെത്തുക. നഗരത്തിലെത്തിയപ്പോഴാണ് അവളുടെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നത്. ഗ്രാമത്തിൽ വീട്ടിൽ മാതാപിതാക്കളുടെ കൂടെ സഹോദരങ്ങളുടെ കൂടെ ഗൃഹാന്തരീക്ഷത്തിൽ നിന്നപ്പോൾ അവൾ ചിലപ്പോൾ വിശുദ്ധയായ നിഷ്കളങ്കയായ ഒരു കുഞ്ഞാടായിരിക്കാം. ഇന്ന് പാപിനിയുടെ പരിവേഷത്തിലേക്ക് അവൾ കടക്കുന്നത് നഗരത്തിലെത്തിയപ്പോഴാണ്. നഗരങ്ങൾക്ക് രണ്ട് സാമൂഹികമായ സ്വഭാവമുണ്ട്. അനോണിമിറ്റി എന്ന് ഇംഗ്ലീഷ് പറയുന്നത്, അതായത് ആരും ആരെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും തിരക്കിലാണ്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളുണ്ട്. അതിൽ വ്യക്തപ്പെട്ട് നിൽക്കുക. തൊട്ടടുത്ത മുറിയിലുള്ളവർ ആരാണെന്ന് പോലും അറിയണമെന്നില്ല. തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആരാണെന്ന് പോലും അറിയണമെന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു, സ്വന്തം കുടുംബത്തെ നോക്കുന്നു, വ്യക്തപ്പെട്ടു പോവുക. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ആർക്കാണ് നേരം? ഗ്രാമത്തിൻ്റെ പ്രത്യേകത അതല്ല. ഗ്രാമത്തിൽ ഒരു 100-150 കുഞ്ഞു ഗ്രാമം. ആ ഗ്രാമത്തിൽ എല്ലാവരും എല്ലാവരുടെ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ടാകാം. ഞാനൊക്കെ കുഞ്ഞിടവകൾ ജീവിച്ചിട്ടുണ്ട്. 150 പേരുള്ളൊരു കുഞ്ഞു കുഗ്രാമത്തിൽ 10-20 വർഷങ്ങൾക്ക് വികാരിയായി ജീവിച്ച കാലഘട്ടം എൻ്റെ ഓർമ്മയിലേക്ക് വരിക. അന്ന് ഞാനൊക്കെ തമാശയ്ക്ക് സ്നേഹത്തോട് ഓർമ്മിക്കും, ആ നാട്ടിലെ എല്ലാ സംഭവങ്ങളും എല്ലാവർക്കും അറിയാം. ഒരു പെണ്ണിൻ്റെ കല്യാണം ഉറപ്പിച്ചാൽ അറിയാം, ചെറുക്കൻ പെണ്ണ് കാണാൻ പോയാൽ അറിയാം, ഒരു സ്ത്രീ ഗർഭിണിയായത് അറിയാം, എല്ലാവർക്കും എല്ലാം അറിയാം. വീട്ടിൽ വിരുന്ന് വന്നാൽ പോലും ആരറിയാം. പള്ളികളൊക്കെ ആയിരിക്കുമ്പോൾ അച്ഛനെ കാണാൻ ആരാടാ വന്നത്, അച്ഛൻ്റെ അടുത്ത് എത്ര പേര് വന്നത് എന്ന് കപ്പ്യാരോട് പോലും എല്ലാവരും ചോദിക്കും. എല്ലാവരുടെയും കാര്യം ശ്രദ്ധയാണ്. ചിലപ്പോഴൊക്കെ ഇത് പരിധി വിട്ട് സ്വകാര്യതകളിലേക്കുള്ള നുഴഞ്ഞുകയറ്റമായി മാറാറുണ്ടെന്ന് പറഞ്ഞാലും ഗ്രാമങ്ങൾക്ക് എല്ലാത്തോടുമുള്ളൊരു ബന്ധം സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പ്രത്യേകത? എല്ലാവരും ശ്രദ്ധിക്കുന്നു, എല്ലാവരും നോക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുറേയധികം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് മനസ്സിന് ഒരു പിന്തുണ കിട്ടും. നമുക്കറിയാം, പലരും പല തെറ്റുകളിലും വീഴാതിരിക്കുന്നത് മറ്റുള്ളവർ കാണുമല്ലോ, അവരറിയുമല്ലോ എന്ന ചിന്ത കൊണ്ടുകൂടിയാണ്. ആരും അറിയാനില്ല, ആരും നോക്കാനില്ല, ആരും ശ്രദ്ധിക്കാനില്ല എന്ന് വന്നപ്പോൾ ചിലപ്പോൾ തെറ്റുകളിലേക്ക് വീഴാനുള്ള പ്രലോഭനങ്ങളുടെ വേഗത കൂടിയേക്കാം. അങ്ങനത്തെ സാഹചര്യം വന്നാൽ ഏത് തെറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഉള്ളിൽ കിടക്കുന്ന പ്രലോഭകൻ നമ്മളെ ഉണർത്തിയേക്കാം. അതായത് ആളുകളുടെ വെളിച്ചത്തിൽ നന്നാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. ആളുകളുടെ കണ്ണുകളുടെ വെളിച്ചത്തിൽ നന്നാകാനുള്ള സാധ്യതകളേറെ. പക്ഷെ ഇതില്ല എന്ന് വരുമ്പോൾ അറിയാണ്ട് ചിലപ്പോൾ തിന്മകളിലേക്ക് വീണുപോയേക്കാം. അതുകൊണ്ട് തന്നെ നഗരങ്ങളിൽ ആരുമാരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് വരുമ്പോൾ, അപ്പം കാണുന്നില്ല, അമ്മ കാണുന്നില്ല, വീട്ടിൽ നിന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും തിന്മകളിലേക്കും പോകാനുള്ള പ്രലോഭനം ഉണ്ടാകുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നു പോകുന്ന 100 കണക്കിന് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കഥ കേൾക്കുമ്പം എനിക്ക് തോന്നുന്ന ചിന്ത അതാ. അതായത് വീട്ടിൽ നിന്ന് കുറേ ദൂരെയാണ്, ആരും അറിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു സിനിമയ്ക്ക് പോയേക്കാം, അങ്ങനെ വരുമ്പോൾ ഈ ഫോൺ വിളി ഉണ്ടായേക്കാം, ഇങ്ങനെ വരുമ്പോൾ വേണ്ടാത്ത കൂട്ടുകളുണ്ടായേക്കാം. വീട്ടിനുള്ളിലാണെങ്കിൽ എല്ലാവരുടെയും പശ്ചാത്തലമാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാനുള്ള പ്രലോഭനം ഉണ്ടാകാത്ത കുഞ്ഞുങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ തിന്മകളിലേക്ക് പെട്ടു. ഇതാണ് നഗരങ്ങളുടെ ഒന്നാമത്തെ സാമൂഹിക സ്വഭാവം. രണ്ടാമത്തത്, നഗരങ്ങളുടെ കൾച്ചറിൽ എല്ലാവരും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്കെന്താണ് ലാഭം, എനിക്കെന്താണ് നേട്ടമെന്ന് ചിന്തിക്കും. അതായത് ഒരു ബിസിനസ് മൈൻഡ്, ലാഭകരമായൊരു കാഴ്ചപ്പാട് എപ്പോഴും മുമ്പിൽ നിൽക്കും. അല്ലാത്തവരും ഇല്ല എന്നുള്ളതല്ല. പക്ഷേ നഗരങ്ങൾക്ക്
എത്തുന്ന ആളുകളിൽ നിന്ന് എന്താണ് എനിക്ക് കൂടുതൽ ലാഭം കിട്ടുക, അതായത് എന്താണ് ലാഭം എന്ന് ചിന്തിച്ചു പോകാൻ അവർ പ്രേരിതരാകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ലാഭത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തലയിൽ വളർന്നു വരുമ്പോൾ സ്വന്തം ലാഭങ്ങൾ മാത്രം നോക്കും, സ്വന്തം സുഖങ്ങൾ മാത്രം നോക്കും, മറ്റുള്ളവരേക്ക് ശ്രദ്ധയില്ലാതായത്. ഈ സാമൂഹ്യ മാനത്തിലേക്ക് ചെന്ന് ചാടുന്ന ഒരു ആൺകുട്ടി പെൺകുട്ടി ചിലപ്പോൾ ഈ ആരവങ്ങളിൽപ്പെട്ട് ജീവിതത്തിന് വിശുദ്ധി നഷ്ടപ്പെടാതെയാവും. അതാണ് പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അപജയം. അതുകൊണ്ട് തന്നെ നഗരങ്ങളിലേക്ക് ചേക്കേറുന്നവർ ഒരുപാട് ശ്രദ്ധിക്കണം എന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കുട്ടികളൊക്കെ പഠനത്തിനോ ജോലിക്കോ ഒക്കെ നഗരങ്ങളിൽ പോകേണ്ടി വരും. പോകാതിരിക്കാൻ വയ്യാത്ത അവസരം. പക്ഷേ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടേ തിന്മയുടെ സാഹചര്യങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി. മഴയാണ് എന്നറിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നടന്നിട്ട് മഴ നനഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മഴ പെയ്യുന്ന കാണുമ്പോൾ ഒന്നെങ്കിൽ കുടയെടുക്കണം, അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ ഇരിക്കണം. പുറത്തേക്ക് ചെന്ന് നനഞ്ഞു കഴിഞ്ഞിട്ട് പനി പിടിച്ചു, രോഗം പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സാഹചര്യങ്ങളിൽ നിന്ന് മാറാനുള്ള ഒരു ബോധപൂർവമായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണ്ടേ? എങ്കിൽ ഇപ്പോഴൊക്കെ പറഞ്ഞു വെക്കും, പഠിക്കാനൊക്കെ പോകുമ്പം കഴിയുന്നതും ഞാൻ എൻ്റെ വ്യക്തിപരമായ ധ്യാന മേഖലയിൽ കണ്ടുമുട്ടി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ അനുഭവം വെച്ച് പറഞ്ഞു വെക്കുക, പ്രിയപ്പെട്ടവരെ, കഴിയുന്നതും നമ്മുടെ കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിക്കട്ടെ. ഒരു കാലത്ത് കർണാടകയിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, ആന്ധ്രയിലേക്കൊക്കെ നേഴ്സിങ്ങിന്, ഫാർമസി കോഴ്സിന്, എൻജിനീയറിംഗ് കോഴ്സിന്, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി കുട്ടികൾ ഇങ്ങനെ പോവുമായിരുന്നു. അന്ന് കേരളത്തിലൊന്നും നല്ല സ്ഥാപനങ്ങളില്ല, അപൂർവ സ്ഥാപനങ്ങളിൽ സീറ്റ് കിട്ടുകയില്ല. അത് കിട്ടണമെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസ കഴിവുള്ളവർ കിട്ടുകയുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, കേരളത്തിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഒരു 5-8 വർഷമായി എല്ലാം പഠിക്കാൻ കേരളത്തിൽ സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ഒരു പ്രവാഹത്തിൽ ഇങ്ങനെ പോവുക. ഈ നഗരങ്ങളിൽ മംഗലാപുരത്തേക്ക് ഒരു 10 ധ്യാനവും ബാംഗ്ലൂർ 25 ധ്യാനവും കൊടുത്ത അച്ഛനാണ് ഞാൻ. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ധ്യാനം കൊടുത്ത അച്ഛനാണ് ഞാൻ. ഈ അനുഭവം വെച്ച് പറഞ്ഞു വെക്കുകയാണ്. അവിടെ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്. ഒന്നെങ്കിൽ പഠനത്തിൽ പാളിച്ച വന്നു, അല്ലെങ്കിൽ ദുസ്വഭാവങ്ങളിൽ പെട്ടുപോയി. എന്തിനാണ് നമ്മൾ വടി കൊടുത്ത് അടിമേടിക്കുന്നത്? എന്തിനാണ് അറിഞ്ഞുകൊണ്ട് തന്നെ അപകടത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുന്നത്? എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ പഠിച്ചുകൂടാം? പ്രിയപ്പെട്ടവരെ, കുട്ടികൾ പറയും, അല്ലെ ചിലപ്പോൾ വളരെ ജ്ഞാനമില്ലാത്ത മാതാപിതാക്കൾ പറയും, പുറത്തു പോയി പഠിച്ചാൽ അച്ഛൻ സംസ്കാരമൊക്കെ ശരിയാവുന്നത്, ഭാഷയൊക്കെ ശരിയാവുന്നത് ഒക്കെ. പുറത്തു പോയി പഠിച്ച കുട്ടികളുടെ ഏത് ഭാഷയാണ് ശരിയായിട്ടുള്ളത്? അവർ ചിലപ്പോൾ 2 ഇംഗ്ലീഷ് വാക്കൂടെ പറയാൻ പഠിച്ചേക്കും. പക്ഷെ അവരുടെ സ്വഭാവത്തിലുണ്ടായ അപജയത്തെ നമ്മൾ എന്താ കാണാത്തത്? എന്ത് സംസ്കാരമാണ് അവർക്ക് വളർന്നിരിക്കുന്നത്? പുറത്ത് കണ്ടു, കുറച്ചും കൂടെ നഗരങ്ങൾ കണ്ടു എന്നൊരു മെച്ചം കാണുമായിരിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ അവരുടെ സ്വഭാവത്തിൻ്റെ താളപ്പിഴകളെ നമ്മൾ മറന്നു കളയരുത്. നമുക്കറിയാം, ജീവിതത്തിൽ താളപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ അത് ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. 2 ഇംഗ്ലീഷ് വാക്ക് കുറഞ്ഞു പോയി എന്നതുകൊണ്ട് നമ്മുടെ ജീവിതം ആരും താളം തെറ്റിപ്പോകുന്നില്ല. അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കട്ടെ. പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ 5-8 കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ, 1-2 പേരൊക്കെയല്ലേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ കൺവെട്ടത്തിൽ, മാതാപിതാക്കൾ സത്യയുടെ നൂലകലത്തിൽ മാത്രമേ നിൽക്കാവുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാൻ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഒരു കോളേജിൻ്റെ പേര് പറയാനോ ഒരു സ്ഥാപനത്തെ മഹത്വവൽക്കരിക്കാനല്ല, ഞാൻ എന്നും കൊണ്ടുവയ്ക്കുന്ന ആത്മീയ ചിന്തയും സാമൂഹിക മനഃശാസ്ത്രം വെച്ച് പറയുവാണ്, നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കണം. എഞ്ചിനീയറിംഗ് പഠിക്കാനും എന്ത് പഠിക്കാനും ഏത് പഠിക്കാൻ സൗകര്യമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, പുറത്തേക്ക് പോകരുത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കും, ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത് എവിടെ പോകേണ്ടി വന്നാലും സ്ഥാപനങ്ങളുടെ സുസ്ഥിതിയും അവിടെ പ്രശസ്തിയും അവിടെ ആന്തരികമോ ചൈതന്യവും പ്രധാനപ്പെട്ടതാണ്. വെറുതെ ANC വിളിക്കുന്നത് കേട്ടിട്ടോ, അല്ലെങ്കിൽ ഇത്തിരി പൈസ കുറവാണെന്ന് പറഞ്ഞോ ഒന്നും കുട്ടികളെ അവിടെ കൊണ്ട് ചേർക്കരുത്. നല്ല സ്ഥാപനങ്ങളാണെന്ന് ഉറപ്പുള്ള സ്ഥാപനങ്ങളെ ചേർക്കാവൂ. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നാമത് ചിന്ത എങ്ങനെ കൊണ്ടുവരണം, കഴിയുന്നതും ക്രിസ്തീയ സ്ഥാപനങ്ങളാണോ, അതേപോലെ വളരെ സുസജ്ജമായും ആർജവത്തോടെ നടക്കപ്പെടുന്ന സ്ഥാപനങ്ങളാണോ എന്ന് ചിന്തിക്കണം. ഹോസ്റ്റലുണ്ടോ, കോളേജുണ്ടോ, അതിന് അംഗീകാരമുണ്ടോ എന്നൊക്കെ ചിന്തിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ മക്കളെ വിടുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു മേഖല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിൽ വളരാനുള്ള സാഹചര്യമുണ്ടോ, അവിടെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടോ,
അവർക്ക് നല്ല ഹോസ്റ്റലാണ് കിട്ടുന്നത്, അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നും. ഞാൻ ഈയിടെ കർണാടകയിൽ ഹൂബ്ലി എന്ന സ്ഥലത്ത് മലയാളി സമൂഹത്തെ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. അവിടുത്തെ അച്ഛന്മാർ വളരെ നന്നായി ക്രമീകരിച്ച് അവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങിയൊക്കെ പറഞ്ഞു. കാരണം ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്, മലയാളി കുട്ടികൾ. വർഷത്തിലൊരിക്കൽ 2 ദിവസമെങ്കിലും അവരെ വിളിച്ചു ചേർത്ത് വചനം പങ്കുവെച്ചു കൊടുക്കണം. അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്, പലപ്പോഴും ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും കുട്ടികളെ വിടുന്നില്ല. ഒന്ന് കുമ്പസാരിക്കാൻ പോകാൻ സമ്മതിക്കുകയില്ല. ഹോസ്റ്റലിൽ അവർ തന്നെ ഒന്നിച്ചിരുന്ന ഒരു കൊന്തയല്ല സമ്മതിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനു നമ്മുടെ കുട്ടികളെ ആ സ്ഥാപനത്തിൽ കൊണ്ട് ചേർക്കണം? ഇനിയെങ്കിലുമൊക്കെ ചേർക്കാൻ പോകുമ്പോൾ ചോദിക്കണം, ഞായറാഴ്ച ഒരു കുർബാനയ്ക്ക് പോകാൻ അനുവാദം തരുമോ? ഇല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ചേർക്കരുത്. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പൊതുവായിട്ടൊന്നുമില്ലെങ്കിലും വ്യക്തിപരമായ റൂമിലിരുന്നെങ്കിലും ഒരു കൊന്തയല്ലാനും ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും അവസരം കൊടുക്കുമോ? വല്ലപ്പോഴുമൊക്കെ കുഞ്ഞുങ്ങൾക്കൊന്ന് കുമ്പസാരിക്കാൻ പോകാൻ അവസരം കൊടുക്കുമോ? അഡ്മിഷന് ചെല്ലുമ്പോഴൊക്കെ മോഹന വാഗ്ദാനങ്ങൾ പറയും, പിന്നെ ഇതെല്ലാം നിഷേധിക്കും ഇവിടെ. അതുകൊണ്ട് നല്ല സ്ഥാപനങ്ങളാണോ എന്ന് ഗൗരവമായി ചിന്തിക്കണം. മൂന്നാമതായി ഞാൻ പറഞ്ഞു വെക്കും, താമസ സൗകര്യങ്ങൾ എവിടെയാണ് കുട്ടികളെ കിട്ടുന്നത്? നല്ല ഹോസ്റ്റലുണ്ടോ? പ്രത്യേകിച്ച് പ്രായോഗിക ജ്ഞാനം വെച്ച് ഞാൻ പറഞ്ഞു വെക്കും, പെൺകുട്ടികളൊക്കെ പറഞ്ഞയക്കുമ്പോൾ തീർച്ചയായും നല്ല സുരക്ഷിതമുള്ള ഹോസ്റ്റലുകളിൽ തന്നെ വിടണം. ആ സ്ഥലത്ത് സാഹചര്യം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനങ്ങളിൽ തന്നെ വിടണം. സിസ്റ്റേഴ്സ് ഇച്ച സ്ട്രിക്റ്റായി കാര്യങ്ങൾ പറയുമായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് കൊച്ചു അതൃപ്തി ആദ്യം തോന്നിയേക്കാം, പിന്നീട് അവർക്ക് മനസ്സിലാകും സുരക്ഷിതമായ ഇടം അത് തന്നെയാണ്. അതുകൊണ്ട് നല്ല ഹോസ്റ്റലുകൾ, സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലുണ്ടോ, അല്ലെങ്കിൽ ആൺകുട്ടികൾക്കായാലും നല്ല ഹോസ്റ്റലുണ്ടോ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും പേയിങ് ഗസ്റ്റായി എവിടെയെങ്കിലും വീടൊക്കെ എടുത്ത് താമസിക്കുക എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ മറുവശം ചിന്തിക്കണം, ഇവരെ ആര് നിയന്ത്രിക്കും? ഒരേ പ്രായത്തിൽപ്പെട്ട ആൺകുട്ടികൾ ഒന്നിച്ച് താമസിച്ചാൽ ഇവർ എപ്പോഴാണ് എഴുന്നേൽക്കുക? ഇവർ എപ്പോഴാണ് ക്ലാസ്സിൽ പോവുക? പോയില്ലെങ്കിൽ ആര് ചോദിക്കും? അത് ചോദിച്ചില്ലെങ്കിൽ പാളാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് അവിടെ താമസ സൗകര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിക്കുക ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ധ്യാന കേന്ദ്രങ്ങളോട് വരുന്ന ഒത്തിരി മാതാപിതാക്കളെ കണ്ണീര് എനിക്കറിയാം. പിള്ളേർ പാളിപ്പോയി എന്ന് പറഞ്ഞാൽ കരഞ്ഞാൽ വരുന്നത്. ഞാൻ പറയും, കുട്ടികളെ കൊണ്ട് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? എന്തിനാണ് അവിടെ കൊണ്ടേ വിട്ടത്? ഇനി വിട്ടാൽ തന്നെ അവിടെ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? അവർ പ്രാർത്ഥിക്കുന്നുള്ളൂ ശ്രദ്ധിക്കണ്ടേ? അറിവുകളുടെ കുറേ കണക്കുകൾ പഠിച്ചു വെക്കുക അല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്. കുറേ അറിവിൻ്റെ തലങ്ങൾ തുറക്കുക മാത്രമല്ലല്ലോ ജീവിതം എന്ന് പറഞ്ഞു വെക്കുന്നത്. മറിച്ച് അവിടെ സ്വഭാവ രൂപീകരണം പ്രധാനപ്പെട്ടതല്ലേ? പ്രത്യേകിച്ച് ഒരു 17 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവരുടെ സ്വഭാവത്തിൽ ആത്മീയ അടിത്തറയും ധാർമ്മിക മൂല്യബോധങ്ങളും നിറച്ചു വെച്ചില്ലെങ്കിൽ അവിടെ ജീവിതം പാളിപ്പോയല്ലേ? നമ്മൾ നിറച്ചു കൊടുക്കേണ്ട സമയങ്ങളിൽ നിറച്ചു കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നഗരങ്ങളെ നമ്മൾ പേടിക്കണം. നഗരങ്ങൾക്ക് ഒരുപാട് നന്മയുണ്ട്. ആ നന്മ ഉള്ളപ്പോൾ തന്നെ ഈ ചതിക്കുഴികളും ഈ ചെളിക്കുഴികളും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളും പുതിയ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളൊക്കെ ശക്തമായി നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ കുട്ടികളുടെ ഫോൺ വിളികളും കുട്ടികളുടെ കമ്പ്യൂട്ടർ ഉപയോഗവും കുട്ടികളുടെ ബന്ധങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് നഷ്ടപ്പെടാൻ വലുതാണ്. സ്ഥാപനങ്ങൾക്ക് ഒരു കുട്ടി നാളെ ഒളിച്ചോടിപ്പോയി, ഒരു കുട്ടി കഞ്ചാവ് അടിച്ചു പോയി, ഒരു പെൺകുട്ടി ചളിക്കുഴിപ്പെട്ടു എന്ന് പറഞ്ഞതിന് പേരിൽ അവർക്കൊരു നഷ്ടമില്ല. നഷ്ടം നമുക്കാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ് നശിച്ചു പോകുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണമെന്ന് ഈ മേഖലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. കഴിയുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾ കേരളത്തിൽ തന്നെ പഠിക്കട്ടെ, ഇവിടെ തന്നെ പഠിക്കട്ടെ. നമ്മൾ വെറുതെ തിരിച്ച് മറുവശം ചിന്തിക്കുക, തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്ര കുട്ടികൾ കേരളത്തിൽ പഠിക്കാൻ വരുന്നുണ്ട്? കർണാടകയിൽ നിന്ന് എത്ര കുട്ടികൾ കേരളത്തിൽ പഠിക്കാൻ വരുന്നുണ്ട്? വല്ല ഉന്നത വിദ്യാഭ്യാസത്തിനും മെഡിക്കൽ മേഖലയിലൊക്കെ വന്നേക്കാം. അല്ലാതെ എത്ര പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്? ആന്ധ്രയിൽ നിന്ന് എത്ര പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്? ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് അവർ വരുന്നില്ല. അവരവിടെ കുട്ടികൾ അവരുടെ നാട്ടിൽ തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോകുന്നത്? രണ്ടാമത് ഞാൻ പറഞ്ഞു വെക്കും, സ്ഥാപനങ്ങളുടെ യഥാസ്ഥിതി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തത് താമസ സൗകര്യങ്ങളെക്കുറിച്ച് അവരെ ശ്രദ്ധിക്കണം. സുസജ്ജമായ ധാർമ്മിക മൂല്യബോധമുള്ള ആത്മീയ പശ്ചാത്തലമുള്ള താമസ സ്ഥലങ്ങളെ അവരെ കൊണ്ടുവിടാവുള്ളൂ. പ്രത്യേകിച്ച് ക്രിസ്തീയ മക്കൾ എന്ന നിലയിൽ ഞാൻ പ്രയോഗിക്കും, പള്ളിയിൽ പോകാൻ പറ്റുമോ, കുർബാനയ്ക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉറപ്പ് ചോദിക്കണം. കുട്ടികളെ വിടുകയില്ല, അതിനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ വേറെ സ്ഥാപനങ്ങൾ തപ്പിപ്പോകണം. നാലാമതായി ഞാൻ പറഞ്ഞു വെക്കും, കുട്ടികളുടെ ബന്ധങ്ങളെ ശ്രദ്ധിക്കണം. ഫോൺ വഴി ആയാലും അല്ലാതെ ആയാലും ഇവരുടെ കൂട്ടുകെട്ട് എങ്ങനെയൊക്കെയാണ് എന്നും കൂടെ ശ്രദ്ധിക്കണം.
അങ്ങനെ ഒരു വ്യക്തിത്വ വികസനത്തിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാൻ സാധിക്കുള്ളൂ. സർട്ടിഫിക്കറ്റ് മേടിച്ചിറങ്ങിയാലും ജീവിതത്തിൽ സ്വഭാവ ശ്രേഷ്ഠതയില്ലെങ്കിൽ ആരാണ് ഈ കാലത്ത് വിജയിക്കുക? നഗരങ്ങളിൽ പോയി പാപിയും പാപിനികളുമായി മാറുന്ന അനവധി ആളുകളുടെ കഥകൾ ഈ ദിനങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്, മുതിർന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്, അജപാലകർക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കേരളത്തിലെ യുവജനങ്ങളിൽ 30% പേര് കേരളത്തിന് പുറത്തേക്ക് നഗരങ്ങളിൽ ചേക്കേറുമ്പോൾ അവിടേക്ക് ചെല്ലുന്ന കുഞ്ഞുങ്ങളുടെ ആത്മീയ അജപാലനത്തെക്കുറിച്ച് സഭാ അധികാരികൾ ശ്രദ്ധിക്കണം. അവിടെയുള്ള വൈദികരുടെ ശ്രദ്ധ, അവിടെയുള്ള അജപാലന ശ്രദ്ധ മാത്രം പോലെ ഇവിടെ ഹോം ഇടവകയിൽ അവിടുത്തെ അച്ഛനും കൂടെ ശ്രദ്ധിക്കണം. കാരണം ഇന്ന് ഒരുപാട് പേര് പാളിപ്പോകുന്നു. പ്രായോഗികമായി ഒരു ചിന്തയും കൂടെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വർഷത്തിലൊരിക്കൽ അവർ വരുമ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ കുഞ്ഞുങ്ങളെ ആവശ്യപ്പെടണം. ഇപ്പോൾ കോഴ്സുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ചൊരുക്കി വിട്. അപ്പനും അമ്മയും ആരെങ്കിലും ആ മോനെയോ മോളെയോ കൂട്ടി നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരാഴ്ച ധ്യാനം കൂടി പ്രാർത്ഥിച്ച് ഒരു ആത്മീയ ശക്തിയുമായി അവരെ വിടും. ബാറ്ററി ചാർജ് ചെയ്ത് വെക്കുന്ന പോലെ ഒരു ആത്മീയ കരുത്തോടെ അവരെ വിട്. അല്ലാതെ വേറെ ഭൗതികമായി പോകുന്നവരെ പോകാതെ അവിടെ ബാഗിൻ്റെ അകത്തൊരു ബൈബിൾ വെച്ച് കൊടുത്ത് ഒരു ജപമാലയും കൊടുത്ത് മോനെയും മോളെ എന്നും ബൈബിൾ വായിക്കണം, എന്നും ജപമാല ഇടണം, എല്ലാ ആഴ്ചയിലും കുർബാനയ്ക്ക് പോകണം മോനെ മോളെ എന്ന് ശാഠ്യം പിടിക്കണം. 3 കാര്യങ്ങൾക്ക് മാതാപിതാക്കൾ ആത്മീയ ശാഠ്യം പിടിക്കണം. 1, എല്ലാ ദിവസവും ജപമാല ഇടണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കണം. 2, എല്ലാ ദിവസവും വചനം വായിക്കണമെന്ന് ശാഠ്യം പിടിക്കണം. 3, ആഴ്ച ഒരിക്കലെങ്കിലും കുർബാന കാണാൻ ശാഠ്യം പിടിക്കണം. മലയാളം കുർബാന ഉണ്ടെങ്കിൽ മലയാള കുർബാനയ്ക്ക് പോകാൻ പറ. മോനെയും മോളെ വിശുദ്ധ ബലിയിൽ പങ്കുചേരണം. ഇങ്ങനെ ഒരു ആത്മീയമായ പരിശീലനം കൊടുക്കണം. അതിന് പിള്ളേരെ ഉണർവുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയാണ് ഒരു ധ്യാനം കൂടിച്ച് അവരെ വിടാൻ ഞാൻ പറയുന്നത്. അതുപോലെ അവധിക്ക് വരുമ്പോഴൊക്കെ ആ മക്കളെ പ്രോത്സാഹിപ്പിച്ച് ഒരു കൗൺസിലിങ്ങിനോ ധ്യാനത്തിലൊക്കെ വിടും. കാരണം അവരവിടെ ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും മാറാനും മനസ്സിൽ ആത്മീയ കരുത്തുണ്ടാകാനും ഈ ധ്യാനവും പ്രാർത്ഥനയും ആവശ്യമായി വരും. അതുകൊണ്ട് ഒരു ആത്മീയ പരിശീലനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആത്മീയ പരിശീലനം നിറഞ്ഞു നിന്നില്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ ചെല്ലുമ്പോൾ ഒത്തിരി പേര് പാളിപ്പോവുക. ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഒരുക്കണം. പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ ആകുമ്പോൾ ഒക്ടോബർ മാസം പൂജ അവധി, ദസറ അവധി വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓണക്കാലം പോലെ അവർക്ക് അവധി വരുന്നുണ്ട്. അവധിക്ക് വരുമ്പോൾ മോനെ ഒരു ധ്യാനം കൂടെ, മോളെ ഒരു ധ്യാനം കൂടെ പ്രാർത്ഥിക്കുക, ഞാനും കൂടെ പോരാമെന്ന് പറഞ്ഞ് പപ്പായും അമ്മയെ കൂടെ പോയി അവരെ ഒരുക്കി വിടണം. തമിഴ്നാട്ടിലാണെങ്കിൽ അവരുടെ പൊങ്കലിനും അവരുടെ ഉത്സവങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട് അവധി. നമ്മൾ കണ്ടെത്തണം. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസ പരിശീലനത്തെ നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിൽ നിൽക്കുമ്പോൾ ഇത്രയും പ്രശ്നമില്ല. ജോലിക്കായി പുറത്തു പോകണം. ഇതിവിടെ മാത്രമല്ല, ഗൾഫിൽ പോകുമ്പോഴൊക്കെ പറയണം, മക്കളെ നിങ്ങൾ 3 കാര്യം മറക്കരുത്. വിശുദ്ധ കുർബാന മുടക്കരുത്, ബൈബിൾ വായിക്കുന്ന മുടക്കരുത്, ജപമാല ചെല്ലുന്ന മുടക്കരുത് എന്ന് ശാഠ്യം പിടിക്കണം. അമ്മയും അപ്പനും വിളിച്ച് ചോദിക്കുമ്പോൾ ഇത് ചെയ്തിട്ടുണ്ടോ മോനെ മോളെ ചോദിക്കണം. ഇവിടുന്ന് അച്ചാറും പലഹാരങ്ങളും കൊടുത്തു വിടുന്ന ഒപ്പം തന്നെ ഇവരുടെ മനസ്സുകളിലേക്ക് ആത്മീയ മൂല്യബോധം കൊടുത്തു വിടണം. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ചിന്ത സജീവമായി നിർത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഓരോ പ്രാവശ്യവും ധ്യാനത്ത് വരുന്ന 100 കണക്കിന് കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഞാൻ പ്രത്യേകമായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, അവരെ പ്രത്യേകമായി പരിഗണിക്കാറുണ്ട്. അതുകൊണ്ട് ഓരോ ധ്യാനത്തിലും 100 കണക്കിന് യുവജനങ്ങൾ ഇവിടെ വരാറുമുണ്ട്. ആ അനുഭവം വെച്ച് പറയുകയാണ്, നമുക്ക് ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളുടെ പ്രത്യേകിച്ച് വീടുകൾക്ക് പുറത്തു പോകുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമുണ്ട്. ഇടവേള വികാരിച്ചന്മാരും ഈ നഗരങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും ഇത് വളരെ ഗൗരവത്തോടെ എടുത്ത് ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ, ദൂരദേശങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കുമായി ചേക്കേറുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കാവലും സംരക്ഷണം അവർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കാരുണ്യം വർഷിക്കണമേ, കർത്താവേ, നിൻ്റെ സ്നേഹം വർഷിക്കണമേ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യേകമായി പഠനത്തിനും ജോലിക്കുമായി വീടുകൾ വിട്ട് ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ കൂടെയും റഫായേൽ മാലാഖ അയച്ചതുപോലെ നല്ല കാവൽ മാലാഖമാരെ നീ അയക്കണമേ. അവരെ സംരക്ഷിക്കണമേ. അശുദ്ധിയിൽ നിന്നും ലഹരി വസ്തുക്കളിൽ നിന്നും അവിശ്വാസത്തിൽ അവരെ കാത്തുസൂക്ഷിക്കണമേ. പ്രത്യേകമായി അവരുടെ മനസ്സിൽ ദൈവികതയിൽ നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസ ദൈവശൈലികൾ കെട്ടുപോകാതെ അവരെ കാക്കണമേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് അവരെ ആളിക്കത്തിക്കണമേ. കർത്താവിൻ്റെ റൂഹായി അയച്ച് അവിടെ മനസ്സിനെ ഉജ്ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും ദൈവികമായ കൃപകൾ ലഭിക്കുന്നൊപ്പം തന്നെ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞ് ആത്മീയമായ ഉണർവിലേക്ക് അവർ കടന്നു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, വിശ്വാസത്തിലും ധാർമ്മികതയിലും വളർന്നു വരുന്ന യുവജനങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തിയാൽ ഈ മക്കളെ എന്നും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിൻ്റെ സംരക്ഷണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഈ വചനം കേൾക്കുന്ന എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.